അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നൂഹ് നബിയും തൻ്റെ സമുദായവും തമ്മിലുള്ള സംവാദം ദീർഘകാലം തുടർന്നുകൊണ്ടിരുന്നു. അവരുടെ എല്ലാ ആരോപണങ്ങൾക്കും നൂഹ് നബി അലൈഹി സ്വലാം കൃത്യമായ മറുപടി നൽകിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ച ആയത്തുകളിൽ നാം മനസ്സിലാക്കിയത്. ഒടുവിൽ നൂഹ് നബിയുടെ കൃത്യമായ മറുപടികൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത അവസാനത്തെ അടവെടുത്തു. അതായത് എല്ലാ പ്രവാചകന്മാരുടെയും കാലത്ത് സത്യപ്രബോധനത്തെ ആശയപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ പറയുന്ന ഒരു രീതിയുണ്ട്. കുറെ കാലമായല്ലോ നീ ഞങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്നു, എങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവാ എന്നാണ് ഉത്തരം മുട്ടുമ്പോൾ സത്യനിഷേധികൾ പറഞ്ഞിരുന്നത്. നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ ഇങ്ങ് കൊണ്ടുവാ എന്ന് മനുഷ്യകുലത്തിൽ ആദ്യമായി ഒരു പ്രവാചകനോട് പറഞ്ഞത്, ഒരു പ്രവാചകന് വെല്ലുവിളിച്ചത് നൂഹ് നബിയുടെ ജനതയിലെ നിഷേധികളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ വെല്ലുവിളിക്ക് മറുപടിയായി നൂഹ് നബി അവർക്ക് മുന്നറിയിപ്പ് നൽകി. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ്റെ ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യും. പിന്നെ അതിനെ മറികടക്കാനോ അതിനെ പ്രതിരോധിക്കാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. മാത്രമല്ല, അള്ളാഹു നിങ്ങൾക്ക് നേർമാർഗം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എത്ര ഉപദേശിച്ചിട്ടും ഒരു കാര്യവുമില്ല, നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. ഇക്കാര്യങ്ങൾ പറയുന്ന 32, 33, 34 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഖാലൂ യാ നൂഹു ഖദ് ജാദൽതനാ ഫഅക്സർത ജിദാലനാ ഫഅതിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ ഖാല ഇന്നമാ യഅതീകും ബിഹില്ലാഹു ഇൻഷാ വമാ അൻതും ബിമുഅ്ജിസീൻ ولا ينفعكم نصحي إن أردت أن أنصح لكم إن كان الله يريد أن يغويكم هو ربكم وإليه ترجعون. ഖാലു, അവർ പറഞ്ഞു. നൂഹ് നബി അവരുടെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞതിനോട് പ്രതികരിച്ചുകൊണ്ട് ആ ജനതയിലെ സത്യനിഷേധികൾ പറഞ്ഞു, യാ നൂഹു ഖദ് ജാദൽതനാ, നൂഹേ നീ ഞങ്ങളോട് തർക്കിച്ചു. ജാദല എന്ന് പറഞ്ഞാൽ തർക്കിച്ചു എന്നാണ്. ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കം. ഫഅക്സർത ജിദാലന, ഞങ്ങളോട് നീ കണ്ടമാനം തർക്കിച്ചു. ഫഅക്സർത നീ വർദ്ധിപ്പിച്ചു, നീ ധാരാളമായി ചെയ്തു. ജിദാലന ഞങ്ങളോടുള്ള തർക്കം. നൂഹ് നബിയും അദ്ദേഹത്തിൻ്റെ സമുദായവും തമ്മിൽ ഏറെക്കാലം സംവാദങ്ങൾ നടന്നു. അതായത് അവർ പറയുന്നത് ഇതാണ്: നീ കുറേ കാലമായി നിന്റെ ആശയങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ തമ്മിൽ കുറേ തർക്കിച്ചു, ഞങ്ങളാകട്ടെ നീ പറയുന്നത് അംഗീകരിക്കുന്നില്ല, അതുപോലെ നീ പറയുന്നതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ ഞങ്ങൾക്കും കഴിയുകയില്ല. ഇനിയിപ്പോൾ ഒരു മാർഗമേ ഉള്ളൂ. ഫഅ്തിനാ ബിമാ തഇദുന, അതുകൊണ്ട് നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നീ കൊണ്ടുവാ. അതായത് ഇനിയും ഞങ്ങളോട് കുറേ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഇനി ഒരു മാർഗമേ ഉള്ളൂ. നീ പറയുന്നത് നിർത്തുക, എന്നിട്ട് നീ ദൈവദൂതനാണ് എന്ന് പ്രയോഗത്തിൽ തെളിയിക്കുക. അതിന് നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുവരിക. നിഷേധിച്ചാൽ ഞങ്ങൾക്ക് ശിക്ഷയുണ്ടാവുമെന്നാണല്ലോ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിങ്ങ് കൊണ്ടുവാ. ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യവാന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ, നീ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നാണ് അവർ നൂഹ് നബിയെ വെല്ലുവിളിച്ചത്. ഖാല, അപ്പോൾ നൂഹ് നബി പറഞ്ഞു, ഇന്നമാ യഅതീകും ബിഹില്ലാഹു, അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അള്ളാഹു മാത്രമാണ്. ഇൻഷാ, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. അതായത് ഞാനല്ല നിങ്ങളെ ശിക്ഷിക്കുമെന്ന് നിങ്ങളോട് താക്കീത് ചെയ്തിട്ടുള്ളത്, അള്ളാഹുവാണ് നിങ്ങളെ താക്കീത് ചെയ്തിട്ടുള്ളത്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ ശിക്ഷ, അവൻ്റെ താക്കീത് അവൻ നടപ്പാക്കുക തന്നെ ചെയ്യും. ഒമാ അൻതും ബിമുഅ്ജിസീൻ, അത് തടയാൻ നിങ്ങൾക്കാവില്ല. അള്ളാഹു ശിക്ഷ നടപ്പാക്കുന്നത് പരാജയപ്പെടുത്താൻ, അതിനെ തടയാൻ, പ്രതിരോധിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നല്ല, അള്ളാഹു അല്ലാത്ത ആർക്കും സാധിക്കുകയില്ല. തുടർന്ന് നൂഹ് നബി പറയുന്നു, വലാ യൻഫഉകും നുസ്ഹി, നിങ്ങൾക്ക് എൻ്റെ ഉപദേശങ്ങൾ ഉപകരിക്കുകയില്ല. ഇൻ അറദ്തു അൻ അൻസഹ ലക്കും, നിങ്ങളെ ഞാൻ ഉപദേശിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെയും.
നിങ്ങൾക്ക് ഞാൻ നസീഹത്ത്, ഗുണകാംക്ഷ ആഗ്രഹിച്ചാൽ തന്നെയും, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ തന്നെയും, ഇൻ ഖാനല്ലാഹു യുരീദു അൻ യുഗ്വിയക്കും, നിങ്ങൾക്ക് വഴിതെറ്റലാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ, നിങ്ങൾക്ക് ദുർമാർഗമാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, നിങ്ങളെ ഞാൻ എത്ര ഉപദേശിച്ചിട്ടും ഒരു ഫലവുമില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നടപ്പാവുക. ഹുവ റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. അതായത് നിങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളോടൊക്കെ നിങ്ങളുടെ പ്രതികരണം ഈ പറഞ്ഞതുപോലെയൊക്കെയാണ്. അതിനർത്ഥം എൻ്റെ ഉപദേശങ്ങളൊന്നും നിങ്ങൾക്ക് യേശുന്നില്ല എന്നാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ തെറ്റായ വഴിയിൽ നിന്നും പിന്മാറി സന്മാർഗം സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വഴിയിലൂടെ തന്നെ നിങ്ങളെ വിടുക എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. എങ്കിൽ പിന്നെ ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നേർവഴിയെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനെങ്കിലും തയ്യാറാവുന്നവർക്കാണ് എന്തെങ്കിലും നല്ല കാര്യം കേട്ടാൽ അത് ഉപകാരപ്പെടുക. ഇവിടെ നൂഹ് നബി തൻ്റെ പ്രബോധനത്തിൻ്റെ അവസാനമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. സൂറത്ത് യൂനുസിലും ഈ കാര്യം നൂഹ് നബിയുടെ അവസാന കാലത്തെ സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.